ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. സൈപ്രോയുടെ സക്സസ് ജേണി എല്ലാവരും കാണുന്നുണ്ടാവും. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും തുടരും. നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഒരു പുതിയ ഓഫർ പറയാനാണ്. നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിനും അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അസിസ്റ്റൻറ്റ് 2 കോഴ്സും കൂടി നിങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് രണ്ടും കൂടി പഠിക്കലല്ല. ഫസ്റ്റ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിന് പഠിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം റിസർച്ച് അസിസ്റ്റൻറ്റിന് പഠിക്കാം. ഓക്കെ, അതായത് രണ്ടും കൂടി പഠിച്ച് JSOടെ എക്സാം കഴിയുമ്പോഴത്തേക്കും കോഴ്സ് തീരുന്നത് കൂട്ടല്ല. നിങ്ങൾ ആദ്യം നിങ്ങളെ JSOയ്ക്ക് പഠിപ്പിച്ചെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം റിസർച്ച് അസിസ്റ്റൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ രീതിയിലാണ് കോംബോ ഓഫർ വരുന്നത്. ഓക്കെ, രണ്ടും MSc ലെവൽ എക്സാമിനേഷനാണ്. മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷനായിരുന്നു. എക്സാമിനേഷൻ പൊതുവേ എളുപ്പമായിരുന്നു. എക്സാമിനേഷൻ എളുപ്പമാകുമ്പോഴത്തേക്കും കട്ട് ഓഫ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ കുറേ പേരൊക്കെ ലിസ്റ്റിൽ നിന്ന് പുറത്ത് പോകും അല്ലേ, കട്ട് ഓഫ് കൂടുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഇനിയുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറും അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റൻറ്റും എങ്ങനെയാണ്? അത് MSc ലെവൽ എക്സാമിനേഷനാണ്. കുറച്ചും കൂടി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള ടൈം പോലും കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയെടുത്ത് എഴുതി വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമേ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യനും കൂടി പ്രാക്ടീസ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തും പഠിക്കണം അല്ലേ. നമുക്ക് എക്സാമിനേഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് വിചാരിച്ചിരുന്നിട്ട് ഈസി ആയി കഴിഞ്ഞാൽ അയ്യോ പറ്റില്ല അല്ലേ. പക്ഷേ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എല്ലാ രീതിയിലും പഠിക്കണം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാൻ പറ്റണം, മോഡറേറ്റ് വന്നാലും നമുക്ക് മാർക്ക് പോകരുത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും നമുക്ക് ഹൈ മാർക്ക് കിട്ടണം. അപ്പോൾ സൈപ്രോയുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ, സ്റ്റുഡൻസ് പറയുന്നത്. അത് അവർ എങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മൾ സൈപ്രോ കറക്റ്റായിട്ട് എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ആ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അവരുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രീതിയാണ്. ഓരോരുത്തരും അതിൽ നിന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത ആളുകളുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചിലവർക്ക് ജോലി ഉണ്ടാവും, ചിലവർക്ക് ഫാമിലി ഉണ്ടാവും അല്ലേ, കുഞ്ഞു കുട്ടികളുള്ള ഉണ്ടാവും. പലരും പല രീതിയിലാണ്. ചിലർക്ക് ജോബ്, ചിലവർ മാരീഡ് ആയിരിക്കില്ല, അപ്പോൾ കുറേയും കൂടി ടൈം കിട്ടും. ചില കുട്ടികൾ പഠിച്ച് ഇറങ്ങിയതേ ഉണ്ടാവുള്ളൂ, ചില കുട്ടികൾക്ക് കുറേ ഗ്യാപ്പുള്ളത് ഉണ്ടാവും, 10 വർഷമൊക്കെ ഗ്യാപ്പുള്ളവരുണ്ട് അല്ലേ. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് നേടിയ ആളാണെങ്കിലും, ഇനി ജസ്റ്റ് പാസ്സായിട്ടുള്ള ആളാണെങ്കിലും, ഇനി മോഡറേറ്റ് ലെവല് തട്ടിമുട്ടി അല്ലേ പോകുന്ന ആളാണെങ്കിലും, നിങ്ങൾക്ക് പഠിക്കാനൊരു മനസ്സുണ്ട്. എനിക്ക് ഈ ജോലി വേണം, എനിക്ക് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ സമയം അതും കൂടി വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈപ്രോയിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. സമയം വേണം. നമുക്ക് ഒരു ദിവസം മിനിമം നമുക്ക് JSOക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വേണം പഠിച്ചെടുക്കാനായിട്ട്. നമുക്കിനി എക്സാമിനേഷൻ എങ്ങനെ വന്നാലും PSCയുടെ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ JSO എക്സാമിനേഷൻ. അത് എങ്ങനെ വന്നാലും ചിലപ്പോൾ നവംബർ ആകുമായിരിക്കും. ഇപ്പോൾ നവംബറിൽ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം കൊണ്ട് പഠിക്കാനായിട്ട് അല്ലേ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കിട്ടിയാൽ 6 മാസം, ഇല്ലെങ്കിൽ 5 മാസം. അപ്പോൾ സൈപ്രോയുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് JSO കോഴ്സ് 20 ആഴ്ച കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു ദിവസം 4 മണിക്കൂർ വീതം പഠിച്ച് 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഈ 20 ആഴ്ചയിൽ ക്ലാസ് പഠിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ടെസ്റ്റ് സീരീസും ചെയ്ത് പൊക്കോളണം. ഓക്കെ, പിന്നെ നമുക്ക് മോഡൽ എക്സാമിനേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മോഡ്യൂൾ വൈസും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഇനിയും ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോംബോ ഓഫറാണ്. JSOക്കും റിസർച്ച് അസിസ്റ്റൻറ്റിനും 2നും കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മൈക്രോബയോളജി MSc പഠിച്ചവർക്ക് മാത്രമാണ് ഈ കോംബോ ഓഫർ. കാരണം നിങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ
നോട്ടിഫിക്കേഷൻ വരുന്നത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ PSCയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് മൈക്രോബയോളജി സ്റ്റുഡൻസിനാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കിട്ടിയ ചാൻസ് മാക്സിമം യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, ബാക്കി എല്ലാം നമ്മൾ നോക്കിക്കോളാം. അതായത് പഠിക്കാൻ സമയമുണ്ട്, പഠിക്കണം. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് സൈപ്രോയിനെ വിശ്വസിക്കാം. ക്ലാസ് കാണുക, പക്ഷെ പറയുന്ന രീതിയിൽ പഠിച്ചോളണം. ക്ലാസ് കണ്ട് എങ്ങനെ പഠിക്കണം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ രീതിയിൽ തന്നെ പഠിച്ചു പൊക്കോളണം. അതായത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം അയ്യോ എനിക്ക് ടൈമില്ല, ജോബ് പോകണം, അതാണ് ഇതാണ്, എക്സ്ക്യൂസസ് ഒന്നും പാടില്ല. പഠിക്കണം. ജോബിന് പോകുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ട്, പഠിക്കാൻ പറ്റുമോ, ഈ ഒരു 4 മണിക്കൂർ എടുക്കാനുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ സൈപ്രോ കോഴ്സിൽ സൈപ്രോയോടൊപ്പം പഠിക്കുക. അപ്പോൾ ഇനി അടുത്ത വിജയം നിങ്ങളുടെ ആകാം അല്ലേ? അടുത്ത വിജയം JSO കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും വരാം അല്ലേ? ഈ ഇങ്ങനെയുള്ള ലിസ്റ്റുകളിൽ നിങ്ങൾക്കും വരാം. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും പറ്റും. ഓരോരുത്തരുടെ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവർ ഓൾറെഡി പഠിച്ചതാണോ, എത്രത്തോളം കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും പല രീതിയിലുണ്ടാവും. ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോലും മടിയുള്ള ആളുകളുണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുമോ, ഇല്ല അപ്ലൈ ചെയ്യുന്നില്ല, ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ അല്ലേ, 2ൻ്റെയും ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടാവും. ഇനി അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളുണ്ടാവും. പഠിച്ചിട്ടില്ല, എന്തിന് ഞാൻ പോയി എഴുതണം, പഠിക്കാതെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? അപ്പോൾ പല രീതിയിലാണ് സ്റ്റുഡൻസ്. പിന്നെ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, ചുമ്മാ എന്തെങ്കിലും പഠിച്ചിട്ട് ചുമ്മാ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരുണ്ട് അല്ലേ? അപ്പോൾ ഇനി ചുമ്മാ എന്തെങ്കിലും പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഹൈ കോമ്പറ്റീഷനാണ്. ഇതിനായിട്ട് പഠിക്കാനായിട്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ അല്ലേ, എല്ലാവരും തയ്യാറായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് JSO ആണെങ്കിൽ മൈക്രോബയോളജിക്കാർക്ക് പഠിക്കാം, MLTക്കാർക്ക് പഠിക്കാം, ബയോകെമിസ്ട്രി ഒക്കെ പഠിക്കാം. മൈക്രോബയോളജിക്കാണെങ്കിൽ JSO ഉണ്ട്, മൈക്രോബയോളജിസ്റ്റ് ഉണ്ട്, ഇനിയും ചിലപ്പോൾ മൈക്രോബയോളജിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. കോംബോ ഓഫർ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ സൈപ്രോ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 9048900024 അല്ലെങ്കിൽ 9048900054 അല്ലെങ്കിൽ 9048900045 വിളിക്കാം. നന്നായിട്ട് പഠിക്കുക, ഓരോ അവസരവും കളയരുത്. ലൈഫ് സയൻസിന് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയാൻ ഇഷ്ടംപോലെ ആളുകൾക്ക് അല്ലേ വളരെ സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ഇല്ല, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും അല്ലേ സക്സസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സക്സസ് ഷെയർ ചെയ്യാനും ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ എത്ര പേരാണുള്ളത്? നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, നമ്മൾ MSc പഠിച്ച അല്ലേ, MSc പഠിച്ച കോളേജിലെ ടീച്ചേഴ്സ്, ഡിഗ്രിക്ക് പഠിച്ച സ്ഥലത്തെ നമ്മുടെ പാരൻസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. ഓക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലേ, ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. അങ്ങനെ ഒരു അടുത്ത ആൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.